നമസ്കാരം. ഇറാന്റെ ആകാശത്ത് തകർന്നു വീണ അമേരിക്കൻ F-15E യുദ്ധവിമാനം അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ പൈലറ്റ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിന്റെ ചൂടേറിയ കുരുക്കായി മാറിയിരിക്കുകയാണ്. പൈലറ്റിനെ കണ്ടെത്തിയതായി US ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും അത്യന്തം സങ്കീർണവും അപകടഭരിതവുമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ശക്തമായ ഏറ്റുമുട്ടലുകൾ നടക്കുന്ന പ്രദേശത്താണ് പൈലറ്റ് നിലകൊള്ളുന്നതെന്നും ഇതുവരെ ഇയാളെ ഇറാൻ അതിർത്തിക്ക് പുറത്തേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നും അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ സംഭവ വികാസങ്ങൾ ഒരു സൈനിക രക്ഷാപ്രവർത്തനത്തിന്റെ പരിധി കടന്നുപോയി രണ്ട് ശക്തരായ രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപ്രധാനമായ ശക്തി പരീക്ഷണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൈലറ്റ് വനിതയാണോ പുരുഷനാണോ എന്നതിലും വ്യക്തതയില്ല. ഇറാന്റെ സൈനിക ശക്തി പാടെ തകർത്തെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീരവാദം മുഴക്കിയതിന്റെ 2ാം ദിവസമാണ് 2 US യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടത്. തെക്കൻ ഇറാനിൽ തകർന്നു വീണ F-15E വിമാനത്തിലുണ്ടായിരുന്നതിൽ ഒരാൾ രക്ഷപ്പെട്ടെങ്കിലും പൈലറ്റിനെ കാണാതാവുകയായിരുന്നു. പൈലറ്റിനെ പിടികൂടാൻ ഇറാനും രക്ഷിച്ചെടുക്കാൻ USഉം ദൗത്യം ആരംഭിച്ചതോടെ 6ാം ആഴ്ചയിലേക്ക് കടക്കുന്ന യുദ്ധത്തിലെ നിർണായക ഘട്ടമായി ഇത് മാറി. A-10 തണ്ടർബോൾട്ട് യുദ്ധവിമാനം കുവൈറ്റിലാണ് തകർന്നു വീണത്. വിമാനത്തിൽ നിന്ന് ഇജക്ട് ചെയ്ത പൈലറ്റ് സുരക്ഷിതനാണ് എന്ന് US സ്ഥിരീകരിച്ചു. 23 വർഷത്തിനിടെ ആദ്യമായാണ് US യുദ്ധവിമാനങ്ങൾ ശത്രു രാജ്യം വെടിവെച്ചിടുന്നത്. 2003 ഇറാഖ് യുദ്ധത്തിനിടെ USന്റെ A-10 തണ്ടർബോൾട്ട് വിമാനം ഇറാഖ് വെടിവെച്ചിട്ടിരുന്നു. ഇറാനിൽ തകർന്നു വീണ F-15Eയിലെ പൈലറ്റിനെ കണ്ടെത്താനായി രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ റവല്യൂഷണറി ഗാർഡ് കോർ തിരച്ചിൽ ശക്തമാക്കിയിരുന്നു. പൈലറ്റിനെ ജീവനോടെ പിടികൂടുന്നവർക്ക് 61 ലക്ഷം രൂപ പാരിതോഷികവും ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. US പൈലറ്റിനെ ഇറാൻ കണ്ടെത്തുകയും ജീവൻ വെച്ച് വിലപേശുകയും ചെയ്താൽ യുദ്ധത്തിന്റെ ഗതി മാറിയേക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. പൈലറ്റിനെ തിരയാനെത്തിയ 2 US ഹെലികോപ്റ്ററുകൾക്ക് ഇറാൻ സൈന്യത്തിന്റെ വെടിയേറ്റു എന്നും റിപ്പോർട്ടുകളുണ്ട്. വിമാനങ്ങൾ വീണത് ഇറാൻ ആക്രമണത്തിലാണ് എന്ന് US സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ യുദ്ധം തുടങ്ങിയ ശേഷം 4ാമത്തെ F-15E യുദ്ധവിമാനമാണ് അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ ആഴ്ച തന്നെ 3 F-15E വിമാനങ്ങൾ കുവൈറ്റിൽ തകർന്നിരുന്നു. ശത്രു വിമാനമെന്ന് തെറ്റിദ്ധരിച്ച് കുവൈറ്റ് സേന വെടിവെച്ചിട്ടതെന്നായിരുന്നു US വിശദീകരണം. USന്റെ ഏറ്റവും അത്യാധുനിക F-35 വിമാനത്തിനു നേരെയും ഇറാൻ വെടിയുതിർത്തിരുന്നു. നേരത്തെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയ സർപ്രൈസ് വരുന്നുണ്ടെന്നും അതിന് ഇനി അല്പസമയം മാത്രമേ എടുക്കൂ എന്നും ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ പദ്ധതികൾക്കും നിശ്ചിത ലക്ഷ്യങ്ങൾക്കും അനുസരിച്ചാണ് യുദ്ധത്തിൽ ഇറാൻ മുന്നോട്ട് പോകുന്നതെന്നും ഫാർസ് വാർത്താ ഏജൻസി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞു. അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ കൃത്യമല്ല എന്ന് ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. ഇറാനിലെ പാലങ്ങൾ ആക്രമിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി ഉദ്യോഗസ്ഥൻ തള്ളി. ഈ സംഭവത്തെ ഇറാൻ വെറും അപകടമോ യുദ്ധത്തിന്റെ അനിവാര്യ ഘടകമോ ആയി കാണുന്നില്ല. മറിച്ച് അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തിനും അതിന്റെ ആധിപത്യ രാഷ്ട്രീയത്തിനും എതിരായ ഒരു ശക്തമായ ആയുധമായി അവർ ഇതിനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് വാസ്തവം. പൈലറ്റിന്റെ ജീവൻ ഇപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിന്റെ മൂല്യം മാത്രമല്ല, മറിച്ച് ചർച്ചകളിൽ ഉപയോഗിക്കാവുന്ന ഒരു തന്ത്രപ്രധാനമായ കാർഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ അമേരിക്കയോട് നേരിട്ട് വിലപേശാനുള്ള സാധ്യതകൾ ശക്തമാകും. ഉപരോധങ്ങൾ, സൈനിക നീക്കങ്ങൾ, പ്രാദേശിക സ്വാധീനം ഇവയെല്ലാം ചേർന്ന് ഒരു വലിയ ചർച്ചാമേശയിലേക്ക് ഈ വിഷയത്തെ ഇറാൻ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അമേരിക്കയ്ക്കായി ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഒരു പൈലറ്റിന്റെ സുരക്ഷിതമായ മടക്കമാണ് പ്രധാന ലക്ഷ്യമെങ്കിലും അതിനായി ഇറാനുമായി തുറന്ന ചർച്ചകളിൽ ഏർപ്പെടുന്നത് തങ്ങളുടെ ശക്തിയും പ്രതിച്ഛായയും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്ന ഭയവും അമേരിക്കയ്ക്കുണ്ട്. അതേസമയം സൈനികമായി ഇടപെട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് കൂടുതൽ രക്തപാതത്തിനും യുദ്ധം വ്യാപിക്കുന്നതിനും വഴിവെക്കാം. ഈ ധർമ്മസങ്കടത്തിലാണ് ഇപ്പോൾ അമേരിക്ക. ഇറാൻ ഇതിനകം തന്നെ സംഭവത്തെ മാനസിക യുദ്ധത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞു. ഞങ്ങളുടെ മണ്ണിൽ കയറി വന്നവർക്കുള്ള മറുപടി ഇതാണ് എന്ന രീതിയിലുള്ള കടുത്ത സന്ദേശങ്ങൾ അവർ ലോകത്തോട് പങ്കുവയ്ക്കും. അതോടെ ഒരു പൈലറ്റിന്റെ രക്ഷാപ്രവർത്തനം മാത്രമല്ല, ലോകശക്തികൾ തമ്മിലുള്ള പോരാട്ടവും ഇതിലൂടെ ശക്തി പ്രാപിക്കുകയാണ്. ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഈ പൈലറ്റിന്റെ വിധി എന്താ? അതിലും പ്രധാനമായി ഈ സംഭവത്തെ ഇറാൻ എങ്ങനെ ഉപയോഗിക്കും? അമേരിക്കയെ നേരിട്ട് മേശയിലിരുത്തി വിലപേശാൻ ഇറാൻ ശ്രമിക്കുമോ? അതോ ഇതൊരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാകുമോ? ഉത്തരങ്ങൾ അടുത്ത മണിക്കൂറുകളും ദിവസങ്ങളും നിർണ്ണയിക്കും.